ഇപ്രകാരം ഭിന്ന ബ്രഹ്മാണ്ടങ്ങളുടെ ഐക്യം സംഭവിക്കുന്നു. സ്ഥൂല ശരീരം, ബ്രഹ്മാണ്ടം, പ്രപഞ്ചം. പ്രകർഷേണ പഞ്ചായത് ഇതി പ്രപഞ്ചഃ. എങ്ങനെയാണ് ബ്രഹ്മാണ്ടവും അതേപോലെ ഇവിടെയുള്ള ഓരോ ജീവനും, ജീവാത്മാ പരമാത്മാ ഐക്യം സംഭവിക്കുന്നത് എന്നുള്ളതിനെ ഉറപ്പിക്കാൻ വേണ്ടി പറയുകയായിരുന്നു ഇതുവരെ. സമഷ്ടിയും വ്യഷ്ടിയും തമ്മിലുണ്ടാകുന്ന ബന്ധം, ആ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി അത് എങ്ങനെയാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു ഇതേവരെ. ഇതിലുള്ളത് തന്നെ അവിടെയുള്ളൂ, അവിടെ ഉള്ളത് തന്നെ ഇവിടെയുള്ളൂ. അതെങ്ങനെ? ഇതിനെ ഉറപ്പിക്കുകയായിരുന്നു ഇതുവരെ. നീ ഉറപ്പിക്കണ്ട. അതുകൊണ്ട് എന്താണ് നിർണയം എന്ന് ചോദിച്ചാൽ, ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നിർവചിക്കാൻ അഥവാ നിർണയം ചെയ്യാൻ സമയം കളയേണ്ടതില്ല. അതിലെളുപ്പ വഴി എന്താന്ന് ചോദിച്ചാൽ, അതിലുള്ളതൊക്കെ ഇതിലുണ്ടെങ്കിൽ, ഇതിലുള്ളത് തന്നെയാണ് അതിലുള്ളതെങ്കിൽ എന്താ, ഇതിനെ നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് നോക്കിക്കൂടെ? അങ്ങോട്ട് നോക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അനന്തവും അജ്ഞാതവും അവർണ്ണനീയവുമായത് പോകുന്നതാണ് കാണുന്നത്, അല്ലേ? ഭൗതികതയെ ഭൗതികമായ ശാസ്ത്രം കൊണ്ട് തന്നെ വ്യാഖ്യാനിച്ചാൽ അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. മർത്യൻ മരണത്തെ പ്രാപിക്കുന്നവൻ. അപ്പൊ അതിനുള്ള സമയം നമുക്കുണ്ടെങ്കിൽ തിരക്കടില്ല. പക്ഷെ അതിനുള്ള സമയം നമുക്കില്ല, അല്ലേ? അല്പകാലേ ഉള്ളൂ. ഉള്ള കാലം തന്നെ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്നത് വളരെ അല്പം. ആ കാലത്ത് തന്നെ നാളെ ചിന്തിച്ചോളൊന്നുമില്ല. നാളെ ഇപ്പൊ തത്വബോധം പറഞ്ഞിരിക്കുന്നു പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇന്ന് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പൊ ഈ കിട്ടിയ സന്ദർഭത്തിൽ, ഈ കിട്ടിയ ഉപാധി കൊണ്ട് അതിനുപരി എത്താൻ ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ ശരീരത്തെ എന്നിലേക്ക് തിരിയാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ, അതിനു വേണ്ടിയാണ് തത്വബോധം ഇത്രയും പറഞ്ഞത്. അത് പഞ്ചകോശ വിവേകമാവട്ടെ, അവസ്ഥാത്രയ വിവേകമാവട്ടെ, ഏതോ ആവട്ടെ, ഏതായാലും ജാഗ്രത സ്വപ്ന സുഷുപ്തിയാകുന്ന അവസ്ഥാത്രയങ്ങളായാലും, അതുപോലെ സ്ഥൂല സൂക്ഷ്മ കാരണങ്ങളാകുന്ന തനുത്രയമായാലും, അതേപോലെ പഞ്ചകോശ അന്നമയ പ്രാണമയ മനോമയ വിജ്ഞാനമയ ആനന്ദമയ കോശങ്ങളാകുന്ന പഞ്ചകോശ വിവേകമായാലും എന്താവട്ടെ, അതെല്ലാം തന്നിലേക്ക് ഉള്ള തിരിയലാണ്. തന്നിലേക്ക് തിരിയാൻ പല വഴികളാണ് പറഞ്ഞു തന്നത്, പുറമേക്ക് തിരിയാനല്ല. ഇനിയും അതിനെ പറയാണ്, സ്ഥൂല ശരീരാഭിമാനി ജീവനാമകം ബ്രഹ്മ പ്രതിബിംബം ഭവതി സ ഏവ ജീവഃ പ്രകൃത്യാ സസ്മാദീശ്വരം ഭിന്നത്വേന ജാനാതി. സ്ഥൂല ശരീരാഭിമാനിയായ ജീവൻ ബ്രഹ്മത്തിന്റെ പ്രതിബിംബം ആകുന്നു. പ്രതിബിംബം ആകുന്നു. പ്രതിബിംബത്തിനൊരു പ്രത്യേകത. പ്രതിബിംബം തന്നെ പലതായിട്ട് ശാസ്ത്രം വേർതിരിക്കുന്നുണ്ട്. കണ്ണാടിയിൽ കാണുന്നത് പോലെ സ്വച്ഛമെന്നും വെള്ളത്തിൽ കാണുന്നത് പോലെ എന്നൊക്കെ വേർതിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രതിബിംബം പലതരത്തിൽ കാണാം. പക്ഷെ കണ്ണാടിയിൽ കാണും പോലെ സ്വച്ഛമാണ് എവിടെ? മനുഷ്യലോകത്ത്. വെള്ളത്തിൽ കാണുന്നത് പോലെ ആണ് എവിടെ? ദേവലോകത്ത്. കണ്ണാടിയിൽ കാണുന്നത് പോലെ സ്വച്ഛമാണെന്ന് പറയുമ്പോഴും അത് വിപരീതമാണ്. പ്രതിബിംബത്തിന് പ്രതിബിംബത്തിൻ്റെതായ പരിമിതികളുണ്ട് എന്ന് കാണിക്കാനാണ് അത് പറഞ്ഞത്. കാരണം ആ ഒറിജിനലിന്റെ അതേപോലെ അത് വരില്ലല്ലോ, നിഴല് വരില്ലല്ലോ. ഇനിയും പറയുന്നുണ്ട്, അവിദ്യയും അനാദിയാണ്, വിദ്യയും അനാദിയാണ്. അവിദ്യയും അനാദിയാണ്, വിദ്യയും അനാദിയാണ്. പക്ഷേ വിദ്യാപ്രാപ്തിയിൽ അവിദ്യയാകുന്ന അനാദിയാണെങ്കിലും അത് ഇല്ലാതാകും. ഇതാണ് പ്രത്യേകത. ഇതിൽ ഓരോന്നും ഊട്ടി ഉറപ്പിക്കുന്നത് നോക്കണം. രണ്ടും അനാദിയല്ലേ, അപ്പോ രണ്ടും ആദിയില്ലല്ലോ എന്ന് പറയുമ്പോ ഈ ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട്. രണ്ടും അനാദിയാണെങ്കിലും, വിദ്യയും അവിദ്യയും അനാദിയാണെങ്കിലും വിദ്യാപ്രാപ്തിയിൽ അവിദ്യ
ഇല്ലാതാകുന്നുണ്ട്. അതുകൊണ്ട് അനാദിയാണെങ്കിലും അത് അന്തമുള്ളതാണ്. ആദിയില്ലാത്തതാണെങ്കിൽ അന്തവും ഉണ്ടാവരുത്. പക്ഷെ ആ നിയമത്തെ ഭേദിച്ചു. അവിടെ അന്തം ഉണ്ടല്ലോ. എന്താ? അപ്പൊ വിദ്യയെ കുറിക്കുന്ന നിർവചനം അവിദ്യയെ കുറിക്കാൻ പറ്റില്ല. വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ബിംബത്തെ കുറിക്കുന്ന നിർവചനം പ്രതിബിംബത്തെ കുറിച്ച് പറയാൻ വയ്യ. എന്തുകൊണ്ട്? പൂർണ്ണമല്ല. എന്നാൽ അതിനെ പിൻപറ്റി ബിംബത്തെ മനസ്സിലാക്കാം. കണ്ണാടിയിലൂടെ എൻ്റെ മുഖം കാണുന്നത് പോലെ കണ്ണാടിയിൽ മുഖം കാണുന്നുണ്ടെങ്കിലും പ്രാഥമിക തലത്തിൽ കണ്ണാടി വൃത്തിയാക്കുന്നതിന് പകരം, അല്ലെങ്കിൽ മുഖത്തെ ദോഷം നീക്കുന്നതിന് പകരം കണ്ണാടി തുടച്ചിട്ട് കാര്യമില്ല. അതാണല്ലോ ശത്രുസംഹാര പുഷ്പാഞ്ജലിയൊക്കെ, മൃത്യുഞ്ജയ ഹോമമൊക്കെ. ആ തലത്തിൽ അത് വേണ്ടേ? പക്ഷെ എത്ര കാലം തുടയ്ക്കും? തുടച്ച് മാറാതെ വരുമ്പോ എൻ്റെ മുഖത്താണെന്ന് തിരിഞ്ഞു. അത് തിരിഞ്ഞു. ഇതുവരെ ശാസ്ത്രത്തിലേക്കൊക്കെ തിരിഞ്ഞിട്ടോ ഇതുകൊണ്ടും പൂർണ്ണമാവുന്നില്ല. എപ്പോഴാ പൂർണ്ണമാവുക? ഇത് പ്രതിബിംബത്തെയാണ്. പ്രതിബിംബത്തിലും അതിൻ്റെതായ പരിമിതി, വിപരീത ബുദ്ധിയാണ് ഉള്ളത്. വലത്തെ ചെവി, ഇടത്തെ ചെവി, വലത്തെ കവിള്, ഇടത്തെ കവിള് ഒക്കെ അല്ലേ? അപ്പോ അതിനെ ഇനി തിരിച്ചിടണം. അതാര് ചെയ്യും? അത് തിരിച്ചിടാൻ പറ്റില്ല. അത് അവനാൻ തന്നെ വിചാരിക്കണം. അതിന് പുസ്തകമൊന്നും പ്രമാണമല്ല. അതിനൊന്നും പ്രമാണമല്ല. പ്രമാണങ്ങളൊക്കെ അവിടെ പ്രമാണങ്ങളല്ലാതായി. അതെങ്ങനെയാ? അത് അനിർവചനീയം ബ്രഹ്മസ്വരൂപം. അതിലേക്കൊരു പ്രചോദനമാകുമെങ്കിൽ, കണ്ണാടി കണ്ട് മുഖത്തെ ദോഷങ്ങളെ നീക്കം ചെയ്യാനുള്ള ഒരു ഉപായമായി കണ്ണാടിയെ സ്വീകരിക്കുന്നത് പോലെ അത്രയുള്ളൂ. ഇതൊക്കെ തന്നിലേക്ക് തിരിയുമ്പോഴും ഇത്രയും പറയുന്നതൊക്കെ. അതുകൊണ്ടാണ് പറയുന്നത്, സ്ഥൂല ശരീരാഭിമാനി ജീവനാമകം ബ്രഹ്മ പ്രതിബിംബം ഭവതി സ ഏവ ജീവ പ്രകൃത്യ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. ആ ജീവൻ തന്നെ പ്രകൃതിയാൽ മായയാൽ ഈശ്വരനെ തന്നിൽ നിന്നും ഭിന്നനായി കാണുന്നു അഥവാ ധരിക്കുന്നു. ആ ജീവൻ തന്നെ പ്രകൃതിയാൽ മായയാൽ, മായ യാ മാ സാ മായ, യാതൊന്നാണോ ഇല്ലാത്തത് അതാകുന്നു മായ. മായ നന്നാ ഇല്ലാത്തതാണ്. എന്നാ ഇല്ലാത്തത് എങ്ങനെ എന്നെ കുഞ്ചിരാമനെ അടിക്കും? അതാണ് മായയുടെ പണി. നിർവചിക്കാൻ പറ്റുമോ? മായയെ നിർവചിക്കാൻ പറ്റുമോ? നിർവചിക്കാൻ വയ്യ. എന്തുകൊണ്ട്? എങ്ങനെയാണത് കളിപ്പിക്കുന്നതെന്ന് പറയാൻ വയ്യ. എങ്ങനെയാണ് കളിപ്പിക്കുന്നത് അറിയാത്തത് കൊണ്ടാണ് അതിന് മായ എന്ന് പറഞ്ഞത്. പറയാറുണ്ട്, ഇരുട്ട് ആണ് മായ, അവിദ്യയാണത് എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിനെ കാണാൻ പറ്റുമോ എന്ന് ചോദ്യം വരും. അപ്പൊ കുട്ടികൾ പറയാറുണ്ട്, കുട്ടികളല്ലേ പറയും, ഇരുട്ടിനെ കാണാൻ പറ്റുമല്ലോ. ഇരുട്ടിനെ കാണാൻ പറ്റില്ലേ? ഇരുട്ടിനെ കാണും. എന്നാലും ഞാനുള്ളത് വിളിച്ചല്ലേ, അപ്പൊ പിന്നെ ഇരുട്ടെ കാണില്ലല്ലോ. ശ്രീരാമകൃഷ്ണന് കഥ തന്നെ പറഞ്ഞിരുന്നത്, ഞാൻ എവിടെയും കാണുന്നത് അവിദ്യയെയും മായയെയും ഇരുട്ടിനെയുമാണെന്ന് പറയുന്നവനോട് വിളക്ക് തലയിൽ വെച്ച് നടക്കാൻ. അപ്പൊ എവിടെ നോക്കുമ്പോൾ ഇരുട്ട് കാണാനില്ല. ഇരുട്ടിനെ കാണാൻ കഴിയില്ല. കാണാൻ കഴിയാത്ത ആക്കുന്നത് ഏതോ അതാണ് ഇരുട്ട്. പിന്നെ എങ്ങനെ കാണാൻ പറ്റും? ഉള്ളില് വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ട് കാണില്ല. വെളിച്ചുണ്ടെങ്കിൽ ഇരുട്ട് കാണില്ല. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. അത് ശരി. പറഞ്ഞത് ശരിയാ. ഇപ്പൊ പറഞ്ഞ ശരി, അത് സമ്മതിച്ചു. അത് ശരി, 100% ശരി, അംഗീകരിച്ചു. അതാ പറഞ്ഞത്, വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. അവിടെ വന്നു, നമ്മള് കൈ കൊടുത്ത് വരും. ഇനി അവിടെ പ്രശ്നമല്ല. വെളിച്ചത്തിന് സ്വരൂപമില്ല, ഭാവമില്ല. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. അല്ല, ഇരുട്ടിന് ഭാവമില്ല, വെളിച്ചത്തിനേ ഭാവമുള്ളൂ. വെളിച്ചത്തിന്റെ അഭാവത്തിന് പറയുന്ന പേരാണ് ഇരുട്ട്.
അപ്പൊ ഇല്ലാത്തത് ഏതോ അതാണ് ഇരുട്ട്, അത് തന്നെയാ മായ. അപ്പൊ പ്രാഥമിക തലത്തിൽ നമ്മൾ പറയുന്നു എന്ത്? മായ എന്ന് പറയുമ്പോൾ മായ എന്നെ ബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഇരുട്ട് കാണുന്നത് പോലെയാണത്. അപ്പോ ഒരു വഴിയേ ഉള്ളൂ, എന്ത്? ഇതൊക്കെ നോക്കൂ. ഇതൊക്കെ വ്യത്യസ്ത തലങ്ങളിലൂടെ ഉപനിഷത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഉപനിഷത്തിന് മുമ്പ് പഠിക്കേണ്ടാണ് നമ്മളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്, അല്ലേ? പക്ഷെ എങ്ങനെ ആയാലും ശരി, ഉപനിഷത്ത് ഇത് പല തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, അല്ലേ? സ്വാമിജി നാള് പറഞ്ഞതായിട്ടാണ് ഓർമ്മ വരുന്നത്. കാരണം ഒരാളെ നല്ലതിലേക്ക് പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ചീത്തതിൽ നിന്ന് വിടുത്തുകയല്ല. വെളിച്ചം കൊണ്ടുവരുവാണ് വേണ്ടത്, ഇരുട്ടിനെ നീക്കലല്ല എന്നർത്ഥം. നീക്കിയാൽ ഇരുട്ട് കൂടുകയുള്ളൂ എന്നർത്ഥം. മദർ തെരേസയെ പോലും, അല്ലേ, ദാരിദ്ര്യത്തില് ഇവിടെ നല്ലത് ഇവിടെ തന്നെയാണ്, അതെ അല്ലേ? അപ്പൊ അതേപോലെ ഒരാളെ നല്ല ആളാക്കണമെങ്കിൽ എന്താണ്? ചീത്ത പ്രവർത്തികളെ ചൂണ്ടിക്കാണിക്കുന്നതിലുപരി അത് തെറ്റ് അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് നോക്കരുത് എന്ന് പറയുന്നതിലേറെ നല്ലത്. അപ്പൊ കൂടുതൽ വളരെയുള്ളൂ. എന്നാ നോക്കരുത് എന്നോ ഒന്ന് നോക്കും. 10 റൂമുണ്ട് അടച്ചിട്ടിട്ട് അതിൽ ഒരു റൂം തുറക്കരുത് എന്ന് പറഞ്ഞാൽ അതന്നെ തുറക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താ? മറിച്ച് എന്ത് വേണം? നല്ലതിലേക്ക് പ്രേരിപ്പിക്കൂ. അറിയേണ്ട ഇരുട്ടുണ്ടല്ലോ, അത് ഇരുട്ട് തന്നെയല്ലേ. മുള്ളു കുത്തിയതെടുക്കാനല്ലേ വേറൊരു മുള്ള്, ആ മുള്ളു കുത്തി കയറിയാലോ. ഇപ്പൊ കോഴിക്കോട് ഇതുവരെ നടന്നത് ശാങ്കര ഭാഷ്യമായിരുന്നു. 10ാം ശ്ലോകം കഴിഞ്ഞ് 11ാം അധ്യായം അവതരിപ്പിക്കുന്ന ഭാഗത്ത് ഇത് വിശദമായിട്ട് എടുക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശാസ്ത്രം പഠിപ്പിക്കലോ പുസ്തകം പഠിപ്പിക്കലോ കുറെ പുസ്തകം പഠിക്കലോ ഉപനിഷത്ത് ഗ്രന്ഥ പഠനങ്ങളോ ഒന്നും തന്നെയല്ല ഏത് ജ്ഞാനപ്രാപ്തിക്കുള്ളത്. അതായത് എന്താണ്? ആത്മജ്ഞാനം ഒന്ന് മാത്രമാണ്. ആത്മജ്ഞാനം ഉണ്ടാവാൻ ഒരു പുസ്തകവും വേണ്ട. എന്നാ പുസ്തകം വേണ്ടേ ചോദ്യം. പക്ഷെ ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ ശോകത്തെ തരണം ചെയ്യൂ. എന്നാൽ പുസ്തക പഠനം കൊണ്ടോ പ്രസംഗിച്ചതുകൊണ്ടോ ക്ലാസ് എടുത്തുകൊണ്ടോ കേട്ടത് കൊണ്ടോ ശോകത്തെ തരണം ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ആത്മജ്ഞാനം? ശോകമോഹങ്ങളാകുന്ന ആത്മജ്ഞാനത്തിന് വിരുദ്ധമായവ ഇരുട്ട്. ആ ഇരുട്ട് ഇല്ലാതാക്കുന്ന ഏത് ഇതിലാണ്? ഇരുട്ടിൽ വരുന്ന ഏത് കീടങ്ങളായാലും അതിനെ ഓരോന്നിനും നീക്കുന്നതിലേറെ നല്ലത് എന്താ? വെളിച്ചം കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇരുട്ടിനെ ആശ്രയിക്കുന്ന സർവ്വ എണ്ണവും എന്തായി പോയി. അതെന്തോ ആവട്ടെ, മന്ത്രവാദമായിക്കോട്ടെ, അല്ല എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ അതിൻ്റെതായ സ്ഥാനമുണ്ട്, ഇല്ലെന്ന് പറയാൻ പാടില്ല, ഇല്ലേ? എല്ലാറ്റിനും സ്ഥാനമുണ്ട്. ചോദ്യം ചോദിക്കുന്നുണ്ട്, വൈദിക കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ടതല്ലല്ലോ? 2ാം അധ്യായത്തിലെ ഭാഷ്യം തുടങ്ങുന്നതിന് മുമ്പ്, 11ാം ശ്ലോകത്തിന്റെ ഭാഷ്യം തുടങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞുകൂടെ? ചെയ്യേണ്ടതല്ലെങ്കിൽ പറയൂ. ചെയ്യേണ്ടതല്ലെങ്കിൽ പറയില്ല. ശ്രൗതവും സ്മാർത്തവുമായ സർവകർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ആര്? അത് നമുക്ക് കുത്തി കയറരുത്. എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനമുണ്ട്. ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്നിനും ഉന്നത സ്ഥാനമുണ്ട്, ശ്രേഷ്ഠത കൽപ്പിക്കാം. പക്ഷെ പരംതലത്തിൽ അതില്ല. പക്ഷെ ഇത് കഴിഞ്ഞേ അവിടെ എത്തുന്നുള്ളൂ. ഇതൊക്കെ ഏതുവരെ? അന്ധക്കരണ ശുദ്ധിക്കായിക്കൊണ്ടാണ്. അത് അന്ധക്കരണ അശുദ്ധിക്കായി തീരരുത്. ഇവിടെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അന്ധക്കരണ ശുദ്ധിക്കായി ഉപയോഗിക്കപ്പെടുന്ന വസ്തു അന്ധക്കരണ അശുദ്ധിക്കായി തീരുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചീത്തയാന്ന് അർത്ഥമില്ല. എന്താ? പലപ്പോഴും അങ്ങനെ ധരിച്ചു പോകുന്നു, അല്ലേ? പറയുന്ന ആളുടെ അല്പത്വം കൊണ്ടോ കേൾക്കുന്ന ആളുടെ അല്പത്വം കൊണ്ടോ ആവാം. രണ്ടും സംഭവിക്കാം, അല്ലെ? അങ്ങനെ രണ്ടും സംഭവിക്കാം. ഏത്? ഈ പറഞ്ഞു കൊടുക്കുന്നത് വിശദമായി പറഞ്ഞു കൊടുക്കാൻ കഴിവില്ലായ്മ കൊണ്ടാവാം. മനസ്സിലാക്കുന്ന ആള് ആദ്യവും അന്തവും കേൾക്കാതെ നടു മാത്രം കേട്ടത് കൊണ്ടും ആവാം. അല്ലെങ്കിൽ ആദ്യം അന്തം കേട്ടിട്ടുണ്ടാവും, നടുക്ക് കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയാവാം. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഇതില് കുറ്റം ആരോപിതമാകും. എങ്ങനെ? ഇത് ബാക്കിയൊക്കെ തെറ്റാണ്. കാരണം അയാൾ അതേ കേട്ടിട്ടുണ്ടാവും. പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാവും. ഓരോന്നിനും അതിൻ്റെതായ ശ്രേഷ്ഠത ഉണ്ട്. മന്ത്രവാദത്തിന് പോലും ഉണ്ടെന്നാ പറഞ്ഞത്.
എന്താ ആ തലത്തിലുണ്ട്. പക്ഷേ അതൊക്കെ എവിടെ പോയി? ജ്ഞാനദശയിൽ ആത്മജ്ഞാനം. ജ്ഞാനദശ എന്ന് പറയുന്ന സമയത്ത് പുസ്തകജ്ഞാനവും ഗുരുവിന്റെ ജ്ഞാനവും എന്ന് പറഞ്ഞാൽ അത് വേണം, അത് കർമ്മവുമായി സമുച്ചയം ചെയ്യാമെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അറിഞ്ഞു ചെയ്യൂ, ജ്ഞാത്വാ കർമ്മ സമാചരേ, അനിഷേധ്യമായ വാക്യമാണ്. അറിഞ്ഞ് നല്ലതുപോലെ ചെയ്യൂ. അപ്പൊ അറിഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടത്. അപ്പൊ അറിവും കർമ്മവും ഒന്നിച്ചിരിക്കുക ചോദ്യം. ആത്മജ്ഞാനവും കർമ്മവും ഒന്നിച്ചിരിക്കില്ല. പിന്നെ ഏത് കർമ്മമാണ്? കർമ്മം ചെയ്യാനുള്ള അറിവും കർമ്മവും സമുച്ചയം ചെയ്യപ്പെടണം. വ്യക്തം? ഒരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞു ചെയ്യും. അറിഞ്ഞു ചെയ്യുന്നില്ല, ചെയ്യുന്നുണ്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടും അന്ധന്തമാണ്. ഭവിഷ്യത്ത് അല്ലെ? ഇരുട്ടിലേക്ക് പതിക്കും, കൂരാക്കൂരി ഇരുട്ടിലേക്ക് പതിക്കും. അപ്പൊ സമുച്ചയം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ വൈദിക കർമ്മങ്ങളും അതുപോലെ സ്മാർത്ഥവും, വൈദിക കർമ്മ സ്മാർത്ഥമെന്നും ശ്രൗതമെന്നും പറയപ്പെട്ട കർമ്മങ്ങളൊക്കെ അനുഷ്ഠേയങ്ങളാണ്. അനുഷ്ഠേയങ്ങളല്ലെങ്കിൽ അത് വിധിക്കേണ്ടതില്ല. അതിനെക്കുറിച്ചുള്ള അറിവും ഉണ്ടാവണം. അറിവും കർമ്മവും ഒന്നിച്ചു പോണം. പക്ഷേ ആത്മജ്ഞാനം സമുച്ചയം ചെയ്യാൻ പറ്റില്ല. രണ്ട് ശത്രുക്കൾ ഒരിടത്തിരിക്കാത്തതുപോലെ, രാത്രിയും പകലും അന്യോന്യ വിരുദ്ധം എന്ന പോലെ എന്നൊക്കെ സമർത്ഥിക്കും. അപ്പൊ ഒന്നുണ്ടായാൽ മറ്റൊന്നില്ല, ഉണ്ട് മറ്റതുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഒന്നുണ്ടെങ്കിൽ മറ്റതില്ല. ആത്മജ്ഞാനത്തിൽ സർവകർമ്മങ്ങളും ഭസ്മമായി. അവിടെ കർമ്മയോഗിയല്ല, സന്യാസി കർമ്മയോഗി അല്ലല്ലോ. ആണോ? സന്യാസിക്ക് കർമ്മയില്ല, പിന്നെ എങ്ങനെയാണ് കർമ്മയോഗിയാവും? സന്യാസി കർമ്മയോഗിയല്ല. സന്യാസിക്ക് കർമ്മങ്ങൾ തന്നെയല്ല, സർവകർമ്മ ഫലത്യാഗം, കർമ്മവും ഫലവും എല്ലാം ത്യജിച്ച ആളാണ് ആര്? സന്യാസി. കർമ്മയില്ല, കർമ്മഫലത്യാഗം ചെയ്ത ആളാണ് ഇത് യോഗി. ഫലത്തെ സമർപ്പിച്ചിട്ടുണ്ട്. ആർക്ക്? ഭഗവാന്. സമർപ്പണ ഭാവം. അയാൾ കർമ്മയോഗി. കർമ്മമുണ്ട് അയാൾക്ക്. കർത്താവ്, കർമ്മം, ക്രിയ എന്നുള്ളത് ആരിലുണ്ടോ അയാൾ കർത്താവാണെങ്കിൽ എന്താ? കർമ്മം ഉണ്ടല്ലോ. കർമ്മ ഇല്ലെങ്കിൽ കർത്താവുമില്ല. അപ്പൊ കർമ്മം കാണുന്നുണ്ടെങ്കിലല്ല, ഉണ്ടെങ്കിൽ, ഞാൻ കർമ്മടനാണെങ്കിൽ, കർത്തൃത്വ ബോധം എന്നിലുണ്ടെങ്കിൽ ഞാൻ ആരാണ്? എന്നിൽ കർമ്മമുണ്ട്. കർമ്മം ഉണ്ടെങ്കിൽ അയാൾ ആത്മജ്ഞാനി അല്ല. മറ്റൊരാൾ കാണുന്നതല്ല പറഞ്ഞത്. മറ്റൊരാൾ ഏറ്റവും കൂടുതൽ കർമ്മം കാണുന്നത് കർമ്മ ത്യാഗിയിലായിരിക്കും, സന്യാസിയിലായിരിക്കും. കാരണം അവിടെ ഏഷണകളില്ലാത്തത് കൊണ്ട് പരിധികളില്ലാത്ത കർമ്മങ്ങൾ കാണാമായിരിക്കാം. പക്ഷെ അയാൾ ഒരു കർമ്മം ചെയ്യുന്നില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ സന്യാസിയല്ല. കർമ്മ ഉണ്ടെങ്കിലല്ലേ മുങ്ങലും പൊങ്ങലും തോണിയൊക്കെ ഉള്ളൂ. കർമ്മയില്ല, അവിടെ മിണ്ടാൻ പറ്റില്ല. കർമ്മം ഉണ്ടെങ്കിലല്ലേ, കർമ്മത്തിനെ അപേക്ഷിച്ചിട്ടല്ലേ അവിടെ മുങ്ങലും പൊങ്ങലും ഒക്കെ ഉള്ളൂ. കർമ്മ ഇല്ലെങ്കിൽ അവന് എന്ത് ചെയ്യാൻ പറ്റാ? അവിടെ കർമ്മം ഒന്നും മിണ്ടിക്കൂടാ. അവിടെ മുന്നിലും പിന്നിലും ഒന്നുമില്ല. അവിടെ ആത്മജ്ഞാനി എന്ന് പറഞ്ഞ തലത്തിൽ എന്താണ്? അപ്പൊ ചോദ്യം വരെ, ആത്മജ്ഞാനി എന്ന് പറയുമ്പോൾ അവിടെ വരുതിയില്ലേ എന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ പറ്റും. ജ്ഞാനി ദേഹമല്ലേ, ദേഹം കർമ്മം ചെയ്യുന്നില്ലേ? അത് ഉത്തരമല്ലേ. ദേഹം ആരുടെ ദൃഷ്ടിയിലാണ്? അയാൾക്ക് ഞാൻ ദേഹമല്ല എന്ന് ബോധം ഉണ്ടെങ്കിൽ നമ്മളെന്തിനാ അയാൾക്ക് ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത്? മുമുക്ഷു എന്ന് പറഞ്ഞാൽ മോക്ഷം ഉണ്ടാവണേ എന്നുള്ള ഇച്ഛയല്ലേ? അത് സാധകനല്ലേ, സിദ്ധനല്ലല്ലോ. എനിക്ക് മോക്ഷം ഉണ്ടാവണേ, മോക്ഷമേ സ്യാത്, എനിക്ക് മോക്ഷം ഉണ്ടാവണേ എന്ന് ഇച്ഛയാണ്. വെറും ഇച്ഛിച്ചിരിക്കലല്ല, പ്രയത്നമുണ്ട്. എന്നാലും അയാൾ മോക്ഷേക്ഷ ആവുന്നുള്ളൂ. സിദ്ധൻ സാധകനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതെങ്ങനെയാ വരിക? സിദ്ധന് സ്വാഭാവികമായത് സാധകന് പരിശ്രമിച്ച് നേടേണ്ടതാണ്. ആട്ടം പഠിച്ചവന് ആട്ടം സ്വാഭാവികമാണ്, പഠിക്കാത്തവന് പരിശ്രമിച്ച് ആടണം. അത് ഏത് മേഖലയിലും അങ്ങനെയല്ലേ? ഒരു 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 ഡാൻസ് പഠിച്ച ഒരു ടീച്ചർ നടക്കുമ്പോഴും ചിലപ്പോ അല്ലേ പാവുണ്ടായി എന്ന് വരാം. ഉദാഹരണം പറയുന്നത് നമ്മൾ പറഞ്ഞല്ല കേട്ടോ, അത് നീ അത് പറഞ്ഞിട്ട്. പക്ഷേ പഠിക്കുന്ന കുട്ടിക്കോ
അത് കഷ്ടപ്പാട് തന്നെയാണ്. പഠിച്ചുണ്ടാക്കുക തന്നെ വേണം, പഠിച്ചുണ്ടാക്കുന്നത് വരെ. പഠിച്ചു കഴിഞ്ഞാലോ സ്വാഭാവികം. ഏതും അങ്ങനെ തന്നെയല്ലേ. ഏത് അഭ്യാസവും അഭ്യസിക്കുന്ന കാലയളവിൽ കുറച്ച് പ്രയാസം ഉണ്ടാവും. ഇവിടെ അഭ്യാസം ചെയ്യുന്ന ആളാണ് സാധകൻ. പക്ഷെ അവിടെ ലക്ഷ്യബോധമുണ്ട്. ഇല്ലെങ്കിൽ ആത്മസാധകൻ, അധ്യാത്മ സാധകനാവില്ല, വേറെ എന്തെങ്കിലും സാധകനാവും. എല്ലാരെയും സാധകന്മാരെന്ന് വിളിക്കാം. അയാളുടെ സാധന എന്താന്നുള്ളത്, പലതും സാധിപ്പിക്കാനുള്ളതൊക്കെ സാധനയല്ലേ. ഈ പുസ്തകം എടുത്ത് പഠിക്കുന്നു എന്നുള്ളത് കൊണ്ടും അയാൾ ആധ്യാത്മിക സാധകനാണെന്ന് പറയാൻ വയ്യ. എന്ത് സാധിപ്പിക്കാനാണെന്ന് ആർക്കറിയാം? അല്ല, പറഞ്ഞൂടെ. വേറെ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിലോ, സ്ഥാനമാനങ്ങളോ അല്ലേ, അല്ലെങ്കിൽ പണത്തിനോ അല്ലെങ്കിൽ സ്ഥാനത്തിനോ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അതെന്തായി? അത് അധ്യാത്മ സാധകനല്ല, വേറെന്തോ സാധനം. അതും സാധനയാണ്. സാധനയല്ല എന്ന് പറയുന്നില്ല, അല്ല സിദ്ധനല്ല. ശരി. ഇവിടെ ഏതായാലും പറയുന്നത് സ ഏവ ജീവ പ്രകൃത്യാ സ്വസ്മാത് ഈശ്വരം ഭിന്നത്വേന ജാനാതി. മായയാൽ ഈശ്വരനെ തന്നിൽ നിന്നും ഭിന്നനായി കാണുന്നു, ധരിക്കുന്നു. ഇപ്പോഴും ഇതൊക്കെ പഠിച്ചാലും ഉണ്ട്. പ്രതിശരീരം ഭിന്നനാണെന്ന് ധരിക്കുന്നുണ്ട്. പ്രതിശരീരം ഭിന്നമല്ല എന്ന് ധരിക്കുന്നത് എപ്പോഴോ? എന്നാൽ അതെവിടെ എഴുതിയെന്ന് പറഞ്ഞുതരൂ. അത് എഴുത്തിൽ ഒതുങ്ങുന്നതല്ല. അനിർവചനീയമായ ആ തലത്തെ അറിയുമ്പോ ഇത് ഭിന്നനല്ല എന്നറിയും. അവിടെ കുട ഇട്ട് ഉടക്കിയിട്ടില്ല, അതുവരെ കുട ഇട്ടുടക്കണം അല്ലേ. ഘടാകാശം മഠാകാശത്തിൽ പോയി ലയിപ്പിക്കണം. ആകാശം ഘടത്താൽ പരിമിതമല്ലെന്നറിയുമ്പോ, ആകാശം മഠത്താൽ പരിമിതമല്ലെന്ന് ബോധം ഉണ്ടാവുമ്പോ പിന്നെ ഉടക്കിന വ്യക്തമായ പണി അവിടെ ഉപേക്ഷിക്കും. ഓട്ടബക്കറ്റിൽ വെള്ളം മുക്കുന്നത് പോലെ കുറെ മുക്കിയാലേ ഇതെന്തിനാപ്പ ഞാൻ മുക്കണതെന്ന് ചോദിക്കുന്നത്. പിന്നെ മുക്കി ഒഴിക്കുന്നതിന് മൂടില്ല, കുറെ അതിൽ മുക്കണം. അപ്പോഴാണ് ഇതും വെറുതെയാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ പുതിയ ബക്കറ്റ് കൊടുക്കും, ഡിസ്ചാർജ്. ഇതുപോലെ നമ്മളൊക്കെ ചെയ്യുന്നത് എന്തൊക്കെയാന്നുള്ളത് ആർക്കറിയാലേ. അപ്പൊ ആ അറിയുന്നത് ആരറിയുന്നുവോ അയാളെ നമ്മൾ ഗുരു എന്ന് പറയും. ഈ ചെയ്യുന്നതിന്റെ അടിസ്ഥാനം എന്താന്നുള്ളത്. അപ്പൊ ഈ സംസാരമാകുന്ന മഹാസമുദ്രത്തിൽ നിന്ന് വിശേഷിപ്പിച്ചതാണ് മഹാസമുദ്രം. ആ മഹാസമുദ്രത്തിൽ നിന്ന് മോചിതരാവണമെങ്കിൽ എന്ത് വേണം? ഈ കളിപ്പാട്ടങ്ങളെ കളിപ്പാട്ടം എന്നറിഞ്ഞ് ഉപേക്ഷിക്കണം. അപ്പൊ ഒന്ന് ഉപേക്ഷിക്കുമ്പോ വേറെ കളിപ്പാട്ടം ഇട്ട് കൊടുക്കും അമ്മ, പ്രകൃതി മാതാവ്, പ്രകൃതി മായ. മായിനം തു മഹേശ്വരം അല്ലെ. മായ പ്രകൃതിയാണെങ്കിൽ മഹേശ്വരനാണ് മായാവി. അങ്ങനെയുള്ള ആ മായാവിയെ ശരണം പ്രാപിക്കുന്നത് വരെ, മേജിക്കുകാരനെ ശരണം പ്രാപിക്കുന്നത് വരെ മേജിക്കിൽ ഭ്രമിച്ചു പോകാം. മേജിക്ക് കണ്ടിരിക്കുന്നവർക്ക് ഒരിക്കലും അതിന്റെ അല്ലേ പഠിക്കാൻ പോണില്ല, അതിന്റെ പൊരുൾ അറിയുന്നില്ല. പക്ഷെ അയാളെ വെറുതെ ഇരിക്കുമ്പോൾ അയാളെ അടുത്ത് പോയിട്ട് എന്താ അതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു തരൂ. പിന്നെ അയാൾ മാജിക്കിൽ ഭ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്തുള്ള സർവ്വ കളിപ്പാട്ടങ്ങളും അമ്മ എങ്ങനെ ഇട്ട് കൊടുക്കുക. ആട്ടവും കഴിഞ്ഞ് അമ്മ തൻ മടിത്തട്ടിലേക്ക് എന്ന് വീഴുഞ്ഞാൽ വീണു അമ്മ തൻ ശീതളാംഗത്തിൽ സാനന്ദമെന്നുറങ്ങും ഞാൻ അല്ലേ. അമ്മ കുട്ടിക്ക് കളിപ്പാട്ടം ഇട്ട് കൊടുക്കും. എന്തുകൊണ്ട്? അമ്മയ്ക്ക് വേറെ പണിയെടുക്കാൻ വേണ്ടി. അതെ, കുട്ടി കരച്ചിൽ മാറ്റും തൽക്കാലം. ഒരു കളിപ്പാട്ടം കുറച്ചു നേരം കളിക്കും, അപ്പൊ വേറൊരു കളിപ്പാട്ടം കളിക്കും. പല പ്രാവശ്യം കളിപ്പാട്ടങ്ങൾ മാറ്റിയിട്ട് കൊടുക്കും. എത്ര പ്രാവശ്യം കളിപ്പിക്കും? അതിനും പരിധിയുണ്ട്. അവസാനം സർവ്വ കളിപ്പാട്ടങ്ങളും ഒരൊറ്റ ഏറ് കൊടുത്തിട്ട് എനിക്ക് അമ്മ തന്നെ മതി എന്ന് പറഞ്ഞ് ഒരു തലമുണ്ട്. അപ്പൊ പിന്നെ അമ്മയ്ക്ക് കളിപ്പാട്ടം കൊണ്ട് ഭ്രമിപ്പിക്കാൻ പറ്റില്ല, അമ്മേനെ പോയി വാരി എടുക്കേണ്ടി വരും. ഇതുപോലെ പ്രകൃതി മാതാവ് എത്ര പ്രാവശ്യം നമ്മളെ കുട്ടികളെ മോഹിപ്പിക്കും. ഒരു കളിപ്പാട്ടം ഉപേക്ഷിക്കുമ്പോൾ വേറൊരു കളിപ്പാട്ടം ഇട്ട് വരും. ആ കളിപ്പാട്ടം കഴിയുമ്പോൾ വേറൊരു കളിപ്പാട്ടം ഇട്ട് വരും. എത്ര പ്രാവശ്യം കളിപ്പാട്ടം കളിക്കുന്നുണ്ടോ അത്ര വരെ. എപ്പോഴാണ് ഈ കളിപ്പാട്ടങ്ങൾ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒറ്റ ഏറ് കൊടുക്കുന്നത്?
അത് എറിയാൻ തോന്നണ്ടേ നമുക്ക്? അതിന് എറിയാൻ തോന്നണമെങ്കിൽ എന്ത് വേണം? കയ്യിൽ തീക്കനൽക്കട്ട വന്ന് വീണാൽ എത്ര സമയം വേണോ അത്രയും സമയം മതി. ഞാനിപ്പോ അത് വലിക്കണോ കയ്യ് ആലോചിക്കാറുണ്ടോ? ഇത് വീണ് കിട്ടിയാലാവാം. അങ്ങനെയല്ല, ആത്മജ്ഞാനം ഉണ്ടല്ലോ, അത് വീണ് കിട്ടിയാലാവാം. എപ്പോഴേലും കിട്ടണം, കിട്ടട്ടെ. അതൊക്കെ ചിലരുടെ ഭാഗ്യാണേ. അപ്പൊ കാലങ്ങൾ അങ്ങനെ പോകും. മറിച്ച് എന്ത് വേണം? എനിക്ക് കിട്ടിയേ പറ്റൂ, ഇപ്പൊ വേണം, സമയമില്ല. അല്പകാലമാണ് എൻ്റെ മുന്നിലുള്ളത്. അല്പകാലം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ, അത്രയും അല്പം. അങ്ങനെയില്ല, അതിനുള്ളിൽ എനിക്ക് കിട്ടണം. അത്രയും തീവ്രവേഗാന ആസൻ, അതാണ് വാക്യം. പെട്ടെന്ന് കിട്ടണമെന്ന് വിചാരിക്കുന്ന ആൾക്ക് തീക്കട്ട കയ്യിൽ വന്ന് വീണാൽ കൈ വലിക്കും പോലെ എന്നുദാഹരണം. ആത്മജ്ഞാനം കൊണ്ട് മാത്രമേ എനിക്ക് മോചനമുള്ളൂ എന്നറിയുന്ന ആള് ഏതൊരു തലത്തിൽ കഴിയുന്നവനാവട്ടെ, അങ്ങനെയുള്ളവനാൽ പഠിക്കപ്പെടുന്ന വിദ്യയായതുകൊണ്ട് അവന് പുസ്തകവും ഗുരുവും ഒക്കെ അതിലേക്ക് നയിക്കും. ഇല്ലെങ്കിൽ എല്ലാം വെറുതെ. കാലം കൊണ്ടൊക്കെ ആവും. ഒക്കെ നമ്മൾ പഠിച്ചു നോക്കാം. നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇനി വേറെ ഏതാ എടുക്കേണ്ടതെന്ന് ചിന്തിക്കുകയായി. അത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും. ഇങ്ങനെ ബഹുശാസ്ത്രങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അതും സംസാരം തന്നെ. എന്താ അല്ലാതെ എന്താ ഉള്ളത്? അതിലിഷ്ടം പോലെ ഉണ്ട്. ഏക ശ്ലോകി മുതൽ 2000 ചില്ലാനം ശ്ലോകങ്ങളുള്ള സർവ്വവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം വരെ ആചാര്യസ്വാമികൾ പ്രകരണ ഗ്രന്ഥമായിട്ട് തന്നിട്ടുണ്ട്. തത്വബോധം മാത്രമൊന്നുമല്ല, എത്ര വേണമെങ്കിലും നമുക്കുണ്ട്, ഒരു കുറവുമില്ല. അതെ, വേണമെങ്കിൽ ഏക ശ്ലോകി മുതൽ തുടങ്ങാം. എന്താ അല്ലേ? കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം തുടങ്ങിയുള്ള ഏക ശ്ലോകി തൊട്ട് ഒറ്റ ശ്ലോകം കൊണ്ട് ഒരു ഗ്രന്ഥം. അങ്ങനെ 2000 ചില്ലാന ശ്ലോകങ്ങളുള്ള സർവ വേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹം വരെ ഉള്ള ഗ്രന്ഥരാശികൾ തന്നെ പ്രകരണ ഗ്രന്ഥമായിട്ടുണ്ട്. ഉപനിഷത്തൊന്നും നോക്കണ്ട, നമ്മള് സ്വാമിജി എടുത്തോട്ടെ. നമുക്ക് മറ്റ് പ്രകരണ ഗ്രന്ഥങ്ങൾ എടുത്താൽ തന്നെ എണ്ണ ഇല്ലാത്ത അത് പഠിച്ചാൽ ഇഷ്ടം പോലെ എത്ര കൊല്ലങ്ങൾ വേണോ അതൊക്കെ ഉണ്ട്. ഒന്ന് കഴിയുമ്പോ വേറെ. എന്നിട്ട് എന്താ കാര്യം? തീവ്രവേഗാനമാസന, തീവ്രതയുണ്ടെങ്കിൽ വേഗമുണ്ട്, ഇല്ലെങ്കിൽ കാലങ്ങൾ അങ്ങനെ കഴിയും. ജന്മജന്മാന്തരങ്ങളായിട്ട് അങ്ങനെ പോകും. പിന്നെയും വരാൻ പഠിക്കാം. ഈ ജന്മം കൊണ്ട് മാത്രമല്ല, പിന്നെയും വരാൻ പഠിക്കാം. പല്ലിയുടെ രൂപത്തിലോ അങ്ങനെയൊക്കെ ആവാം. ഏതെങ്കിലുമൊക്കെ ജീവിയിൽ ഇതാവാം. ചിലപ്പോൾ ഇങ്ങോട്ട് പ്രവേശനം അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും, ഇല്ലാന്ന് പറയാൻ വയ്യ. എന്തായാലും ജ്ഞാനം ഒരിക്കലും നഷ്ടാവുന്നില്ല കേട്ടോ. അത് വാൽമീകി രാമായണം 11ാം സർഗത്തിൽ അതിന്റെ കഥയുണ്ട്, വായിച്ചിട്ടുണ്ടാവും. വാൽമീകി രാമായണത്തിലെ 11ാം സർഗത്തിൽ വളരെ ശ്രേഷ്ഠമായ ഒരു കഥയുണ്ട്. അതെന്താ അറിയില്ലേ? അതായത് രാമനും ലക്ഷ്മണനും കൂടിയിട്ട് ഈ രാജ്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, അതായത് അവതാര കൃത്യങ്ങൾ കഴിഞ്ഞിട്ട് രാജാവായിട്ട് രാമൻ ഇരിക്കുന്ന സമയം ലക്ഷ്മണനെ ഗോപുരം കാവൽക്കാരനായി നിയമിക്കുകയാണ്. കേട്ടില്ലേ? കേട്ടിട്ടുണ്ട്. ഗോപുരം കാവൽക്കാരനായി നിയമിക്കുമ്പോ ആരാണ് അവിടെ തന്റെ കർത്തവ്യം ചെയ്യൂ എന്ന് രാമൻ എപ്പോഴും ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ രാമന്റെ കാലത്ത് ഒരാൾക്കും നീതി ലഭിക്കാതിരിക്കരുത്, സർവർക്കും നീതി ലഭിക്കണം എന്നാണ് രാമന്റെ നിർബന്ധം. ഒരു മൃഗത്തിന് പോലും, ഒരു പട്ടിക്ക് പോലും നീതി ലഭിക്കണം എന്നാണ്. അതാണ് രാമൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഗോപുരം കാവൽക്കാരനായി ലക്ഷ്മണനെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ലക്ഷ്മണന് സമയം കിട്ടുമ്പോ ജ്യേഷ്ഠന്റെ അടുത്ത് വന്നിരിക്കും. എന്ത്? സത്സംഗം കൂടാൻ പറ്റും, നല്ല കാര്യങ്ങൾ കേൾക്കും. അതിനുവേണ്ടിയാ വന്നിരിക്കുന്നത്. അപ്പോഴും ജ്യേഷ്ഠൻ പറയും, നീ നിന്റെ കർത്തവ്യം ചെയ്യ്, വേണ്ട ഓടിക്കും. എത്ര പ്രാവശ്യം പോയാലും രാമരാജ്യത്ത് ആർക്കും ഒരു പ്രശ്നങ്ങളും ഇല്ലാന്നാണ്. രാമൻ ഭരിച്ച കാലത്തെ 12,000 കൊല്ലമല്ല, 12 കൊല്ലം. 12,000 എന്നാ രാമായണത്ത് പറയുക. അതാണ് പുരാണത്തിന്റെ ഭാഷ. ഉപനിഷത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. മറ്റ് വളച്ചുകെട്ടുണ്ട്, അത് മനസ്സിലാക്കണ കുറച്ച് പണിയാണ്. ഉപനിഷത്ത് പഠിക്കാൻ എളുപ്പാ, പുരാണം പഠിക്കാൻ എളുപ്പമല്ല. എല്ലാവരും വിചാരിച്ച എളുപ്പമാണ്. പുരാണത്തിന്റെ ഭാഷ മനസ്സിലാക്കിയാൽ ആകെ കുഴപ്പമാണ്. ഏതായാലും അവിടെ പിന്നെയും പറഞ്ഞയക്കും. ചെല്ലണ സമയത്ത് ആരുമില്ല. അവസാനം ഒരു പട്ടി ഗോപുരസ്ഥാനത്ത് വന്ന് തല പൊട്ടി രക്തം ഒഴുകി ഇരിക്കുക.
കഥയിൽ ചോദ്യമല്ല കേട്ടോ. സ്വാമിജി പറഞ്ഞിട്ടുണ്ട് മുമ്പ്, കഥ ഉപനിഷത്ത് പറഞ്ഞാലും അതില് ന്യൂനത ഉണ്ട്, ചോദിക്കരുത് എന്ന്. അതുകൊണ്ട് ഇനി പറയാൻ പോണ കഥ ചോദിക്കരുത്, കഥയിൽ ചോദ്യമല്ല. അതുകൊണ്ട് അവിടെ പട്ടീനോട് ചോദിക്കുകയാണ്, പട്ടി നിനക്ക് എന്താണ്, നിന്നെ ആരാ ഇങ്ങനെയാക്കിയത്? അപ്പോഴാണ്, അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല, രാമന്റെ അടുത്ത് തന്നെ പോയി പറയുള്ളൂ. ഇവിടെ ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, രാമനാ ഭരിക്കുന്നത്. അവിടെ വേറൊരാളെ ഇടയിൽ വേണോ? വേണ്ട, നേരിട്ട് പറയാം. ശരി, രാമനോട് പോയി പറഞ്ഞു, പട്ടീനെ വിളിച്ചു. അങ്ങനെ എല്ലാവരുടെ ഇടയിൽ കൂടെ പട്ടി കയറി ചെന്നിട്ട് രാമൻ ചോദിച്ചു, ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? ഇപ്പൊ പറയാണ്, ഈ രാജധാനിയിൽ തന്നെയുള്ള ഒരു പൂജകനാണ്, അർച്ചകനാണ് ഇത് പണി ചെയ്തത്. അതെന്താ കാരണം? എന്നാ അയാളെ വേഗം അയാളെ പിടിച്ചുകൊണ്ടുവന്നു. പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പട്ടിയെ ഉപദ്രവിച്ചോ? അപ്പൊ പറഞ്ഞു, ഞാൻ പൂജയൊക്കെ ചെയ്ത് പോവുകയായിരുന്നു. അപ്പോ വിശപ്പ് കൊണ്ട് ക്രോധവാനായി. വിശപ്പ് വന്നാൽ ചിലർക്കൊക്കെ ദേഷ്യം പിടിക്കുന്നു. അപ്പോ വഴിയിൽ ഇവൻ കിടക്കുന്നുണ്ടായിരുന്നു. ആൺപട്ടിയാന്ന് കൂട്ടിക്കോളൂ. അത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനോട് എന്ത് ചെയ്തു? മാറിപ്പോവാൻ പറഞ്ഞു. അവൻ കേട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് കൊടുത്തു. ഒന്ന് തല പൊട്ടി ചോര വന്നു. എന്നോട് ക്ഷമിക്കണം, കാരണം ദേഷ്യം കൊണ്ട് പറ്റിപ്പോയതാണ്. തൻ്റെ തെറ്റാണോ? അല്ല, ദേഷ്യം വന്നതുകൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം. അപ്പൊ ചോദിക്കുകയാണ്, ആർക്കും നീതി ലഭിക്കാതെ പോകരുത്. അത് രാമന്റെ ഉറപ്പാണ്. ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും ആരായാലും അത് പട്ടിക്ക് നീതി ലഭിക്കണം. അപ്പൊ എന്ത് ചെയ്തു? എല്ലാവരോടും ചോദിച്ചു, എന്താണ് ഈ ബ്രാഹ്മണന് ശിക്ഷ കൊടുക്കേണ്ടത്? അപ്പൊ എല്ലാവരും പറഞ്ഞു, ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ ക്ഷത്രിയർക്ക് അധികാരമില്ല. ഉണ്ടോ? ബ്രാഹ്മണനെ ശിക്ഷിക്കാൻ ക്ഷത്രിയന് അധികാരമില്ല. എല്ലാവരും പറഞ്ഞു, ഒഴിഞ്ഞു. അപ്പോഴാണ് പട്ടിയെ, നീ തന്നെ പറ, എന്ത് ശിക്ഷ കൊടുക്കുന്നത്? അപ്പൊ പട്ടി പറഞ്ഞു, ഇയാളെ ഇപ്പൊ ഒരു പൂജക്കാരനല്ലേ, ഇയാള് ഒരു അർച്ചകനല്ലേ, അയാൾ ആ സ്ഥാനത്ത് നിന്ന് ദേവസ്വം കാര്യക്കാരനായി ഉയർത്തി കൊടുക്കണം. അപ്പൊ എല്ലാവരും കൂടി ചിരിക്കുക. ഇങ്ങനെ